ഹായ് ഹലോ മക്കളെ, ഇന്ന് എൻ്റെ കയ്യിലൊരു സംഭവമുണ്ട്. എന്താണെന്നല്ലേ കാണിച്ചു തരാം. ഇത് അറിയാത്ത മക്കളില്ലല്ലോ. കുഞ്ഞു പിള്ളേർക്ക് പോലും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അറിയാം. എനിക്ക് സന്തോഷം, അതായത് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം കേട്ടോ. ഇന്നലെ ആയിരുന്നു. ഇത് വെള്ളിയാഴ്ച ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. നമുക്ക് വർക്കുണ്ടായിരുന്നു, കാറ്ററിംഗ് വർക്കുണ്ടായിരുന്നു. അപ്പം തിരുപ്പൂരായിരുന്നു പോകേണ്ടത്. ഈ റോഡെന്നോ ആ റോഡെന്നും കണ്ട സ്ഥലത്ത് പേര് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഒരപ്പാപ്പൻ ടിക്കറ്റും കൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം വേണം പറഞ്ഞു. ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ച് മേടിച്ചത് ആ ടിക്കറ്റ്. നല്ല പുള്ളിക്കാരൻ എനിക്ക് തന്നെ 50 രൂപ കൊണ്ട് 50 ടിക്കറ്റാണ്. 50 രൂപ കൊടുക്കുകയും ചെയ്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. അവരാരും ലോട്ടറി എടുത്തില്ല, ഞാൻ മാത്രം ലോട്ടറി എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് 10 ലക്ഷത്തിൻ്റെ ലോട്ടറിയായി, 10 ലക്ഷം രൂപ അടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും 1 ലക്ഷം വെച്ച് ഞാൻ കൊടുക്കും പറഞ്ഞു. സംഗതി 10 ലക്ഷം വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം നമുക്ക് ദൈവം തരത്തുള്ളൂ. അപ്പോൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റേയില്ല. അപ്പോൾ എനിക്കറിയാമായിരുന്നു എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച എമൗണ്ട് അല്ലെങ്കിലും അത് കുറഞ്ഞൊരു എമൗണ്ട് നമുക്ക് കിട്ടി. ഞാനെന്നിട്ട് ടിക്കറ്റ് കോമഡി അതല്ല കേട്ടോ, ഈ ടിക്കറ്റ് ഞാൻ അവിടെ നിന്ന് നോക്കി. അവസാനത്തെ 4 അക്കം ഒരുമിച്ച് വരണമല്ലോ. ഫസ്റ്റ് ഇതിന് 17, എൻ്റെ നമ്പർ ലോട്ടറി നമ്പർ 11-12, അതിൻ്റെ ഫസ്റ്റ് 17 വരുന്നത്. അപ്പോൾ അത് സെയിമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആദ്യത്തെ നമ്പർ വേറെ ഒരു നമ്പറായിരുന്നു. അപ്പോൾ അവസാനത്തെ 2 അക്ക നമ്പറല്ലേ നോക്കുന്നത് നമ്മൾ. അപ്പം ഞാൻ ഇതെന്തോ ഇങ്ങനെയാണ് ഞാനിട്ടത് ഇത് ചുരുട്ടി എറിഞ്ഞ് കളയാൻ നിന്നതാണ്. എന്നിട്ട് എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ എന്തെന്നറിയാമോ, ഞാൻ എൻ്റെ ഫോണിൻ്റെ പൗച്ചിൽ തന്നെ വെച്ച് വൈകിട്ട് ഏട്ടൻ വന്നിട്ട് ഇനി ഞാൻ വീട്ടിൽ വന്നിട്ട് ഏട്ടനെ കൊണ്ട് നോക്കിക്കാം എന്ന് പറഞ്ഞാൽ ഏട്ടൻ രാവിലെ എവിടെ പോയി. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, എന്നിട്ട് എൻ്റെ ഏട്ടനെ വിളിച്ചിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ നോക്കിയപ്പോൾ 200 രൂപ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നുമല്ല. അപ്പം നമ്മളെന്തോ ആഗ്രഹിച്ചാലും അത് നടക്കും. ഈ കുന്നോളം നമ്മുടെ അമ്മമാർ പറഞ്ഞിട്ടില്ലേ, കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു കുരുവിൻ്റെ അത്രയെങ്കിലും ദൈവം തരത്തോളന്ന്. ആഗ്രഹിക്കുന്നത് തെറ്റല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാം. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക, എന്നെപ്പോലെ ആഗ്രഹിക്കുന്നവർ.